അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ടെലിവിഷനിലൂടെ വചനം ശ്രവിക്കുന്ന ദൈവജനമേ, ഒരു മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജനനവേളയിൽ മാലാഖമാരുടെ ഒരു സമൂഹം ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സന്ദേശരൂപത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇതാ സമസ്ത ലോകത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്താണ് ഈ സദ്വാർത്ത? ഇന്ന് എന്നൊരു പ്രത്യേക ദിവസം, ദൈവം തിരഞ്ഞെടുത്ത ദിവസം, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. 2015 ജനുവരി 17 വൈകുന്നേരം അനേകായിരം അനേക ലക്ഷം യേശുവിൽ വിശ്വസിക്കുന്ന മലയാളി ക്രൈസ്തവർ ഒന്നിച്ചു ചേർന്ന് ലോകം മുഴുവനും വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ശാലോമിലൂടെ വരുന്ന ഈ ടെലിവിഷൻ മിനിസ്ട്രിയോട് ചേർന്നും ഒന്നുചേർന്നും ഐക്യത്തോടെയും സ്നേഹത്തോടെയും ഏകമായ ഒരു ലക്ഷ്യത്തോടും കൂടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. എന്താണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം? ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷ തിരിച്ചറിയാൻ സാധിക്കണം. യേശുവിലൂടെ ദൈവം നൽകുന്ന പാപമോചനം അവർക്കും സ്വീകരിക്കാൻ സാധിക്കണം. അവർ പൂർണ്ണ അളവിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എല്ലാവർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അഭിഷേകവും ലഭിക്കണം. ഇതിന് ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ് മധ്യസ്ഥ പ്രാർത്ഥന, സ്തുതിപ്പ്. സങ്കീർത്തനം 48:10 പറയുന്നു, ദൈവമേ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അതിനാൽ പ്രിയപ്പെട്ട ടെലിവിഷൻ വചന ശ്രോതാക്കളെ, നമുക്ക് ദൈവം ഒരു പ്രത്യേക അവസരം ഒരുക്കുകയാണ്. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. എത്ര പേര്? അനേകായിരം അനേക ലക്ഷം ക്രൈസ്തവ വിശ്വാസികൾ. കേരള നാടിനെ ദൈവം AD 52 തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നു. തോമസ് ശ്ലീഹായുടെ വരവ് മൂലം വചനപ്രഘോഷണം നൽകിക്കൊണ്ട്. ഇനി നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി, നമ്മുടെ വിശ്വാസം വഴി ലോകമെമ്പാടും ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് ദൈവം തരിക. അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രത്യേക മണിക്കൂർ പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുവരെയുള്ള സമയം, ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ ഈ മണിക്കൂറിന് വേണ്ടി കൂടി ഒരുങ്ങണം. അനേക ലക്ഷം പേര് അതിനു മുമ്പ് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ദൈവത്തിൻ്റെ രക്ഷ, യേശുവിലൂടെയുള്ള സൗജന്യ പാപമോചനം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയുള്ള ദൈവസ്നേഹ അനുഭവം, ആന്തരിക സൗഖ്യം, പ്രാർത്ഥനാ ശക്തി, ക്ഷമിക്കുന്ന ശക്തി, കരുണാർദ്ര സ്നേഹം ലോകം മുഴുവനിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള പ്രത്യേക വിളി കിട്ടിയവരാണ് നമ്മൾ. ആ തെരഞ്ഞെടുപ്പിന് 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഈ കേരള നാടിനെ, മലയാളി ലോകത്തെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അനേകം കൺവെൻഷനിലൂടെ
ബൈബിൾ കൺവെൻഷനിലൂടെ, ധ്യാനങ്ങളിലൂടെ, വിവിധ രൂപതകളിൽ, വിവിധ സന്യാസ സഭകളിൽ, വിവിധ ക്രൈസ്തവ സഭകളിൽ ദൈവം ഈ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ നമ്മുടെ നിലവിളി സ്വർഗത്തോളം എത്തും, ഭൂമിയുടെ അതിരുകളോളം എത്തും. അതോടൊപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനവും എത്തും. ഇത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസമാണ്. ഹെബ്രായർ 10:33 ഇങ്ങനെ പറയുന്നു, വിശ്വാസം വഴി അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി. ലോകപ്രകാരമുള്ള പിടിച്ചടക്കലല്ല നമ്മൾ ഉദ്ദേശിക്കുക. പിന്നെയോ ജനകോടികളിൽ ദൈവസ്നേഹം നിറയണം, പരിശുദ്ധാത്മാവ് നിറയണം. വാശി വൈരാഗ്യങ്ങളും കൊലപാതകങ്ങളും കവർച്ചകളും തിന്മയും മ്ലേച്ഛതയും അശുദ്ധിയും ലോകരാജ്യങ്ങളിൽ നിന്ന് വിട്ടുപോകണം. ലോകരാജ്യങ്ങൾ ദൈവരാജ്യങ്ങളായി മാറണം. ഈ ലോകം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മനുഷ്യരാകാതെ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായി തീരണം. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായി നമ്മളും അനേകായിരം, അനേക ലക്ഷം, അനേക കോടി ജനങ്ങളും പരിവർത്തനപ്പെടണം. ഇത് ദൈവ തിരുമനസ്സാണ്. ലൂക്കായുടെ സുവിശേഷം 3:6 ദൈവവചനം പറയുന്നു, എല്ലാവരും ദൈവത്തിൻ്റെ രക്ഷ കാണും. 2 പത്രോസ് 3:9 ഒരാൾ പോലും നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അനുതപിക്കുവാനുള്ള കാലഘട്ടം നീട്ടി തരികയാണ്. എല്ലാവരും പശ്ചാത്തപിച്ച് തങ്ങളുടെ രക്ഷകനും നാഥനുമായി ദൈവമയച്ച തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നാഥനായി സ്വീകരിക്കുക. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് ലോക ജനകോടികളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ബന്ധനങ്ങൾ നീക്കണമേ, വിശ്വാസദാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പശ്ചാത്തപിക്കുവാൻ, മനസാന്തരപ്പെടുവാൻ, പരസ്പരം ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ജനകോടികളെ ഒരുക്കണമേ. ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനും വേണ്ടി ആബാ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അനന്ത യോഗ്യതയാൽ സൗജന്യ പാപമോചനം നൽകണമേ, പരിശുദ്ധാത്മദാനം നൽകണമേ, ദൈവസ്നേഹ നിറവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച് ഉയർത്ത യേശുവിന് വേണ്ടി ജീവിക്കുവാൻ കൃപ നൽകണമേ, അറിവ് നൽകണമേ, ജ്ഞാനം നൽകണമേ, സ്നേഹം നൽകണമേ, വിശ്വാസം നൽകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു കാലത്ത് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്കെല്ലാം മിഷനറിമാർ ദൈവവചനവുമായിട്ട് യേശുവിനെക്കുറിച്ചുള്ള സദ്വാർത്തയുമായിട്ട് കടന്നു വന്നു. ഇന്ന് കേരളത്തിൽ ഉണർവുള്ള ഒരു സഭയെ ദൈവം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും 204 രാജ്യങ്ങളിലേക്കും ദുഃഖിതരുടെയും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവരുടെയും കുടുംബത്തകർച്ച നേരിടുന്നവരുടെയും പക്കലേക്ക് ദൈവവചനവുമായി, ദൈവസ്നേഹത്തിൻ്റെ സന്ദേശവുമായി, പരിശുദ്ധാത്മ ശക്തി അഭിഷേകത്തിൻ്റെ സന്ദേശവുമായി അനേകായിരം മിഷനറിമാർ, വചനപ്രഘോഷകർ, പ്രേക്ഷിതർ, യുവജന വിഭാഗത്തിൽപ്പെട്ടവർ, വൈദികർ, സന്യസ്തർ, അൽമായർ കടന്നു ചെല്ലുവാൻ ദൈവം അഭിലഷിക്കുന്നു. നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. അവർക്ക് രക്ഷയുടെ ദൂത്, സന്ദേശം, അനുഭവം നൽകണം. അങ്ങനെ ഒരാൾ പോലും നശിച്ചു പോകരുത്. എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും നിത്യജീവനിലേക്ക് വരണം എന്ന ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുവാൻ കേരള ക്രൈസ്തവരെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ ഉപകരണമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ധാരാളം ബലം പുറപ്പെടുവിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന വഴി പരിത്യാഗ കൃത്യങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട്, ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട്, സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ പ്രേക്ഷിത വേല ചെയ്യണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. 2033 ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് കടന്നു പോയതിൻ്റെ 2000 കൊല്ലത്തെ ജൂബിലി, ഈശോ മരിച്ചുയർത്തതിൻ്റെ ജൂബിലി. ആ 2033 ആകുമ്പോഴത്തേക്ക് ഇനിയും നമുക്ക് ഒരു 19 കൊല്ലമാണ് സുവിശേഷവൽക്കരണത്തിനുള്ളത്. ലോകം മുഴുവനും ദൈവത്തിൻ്റെ സുവിശേഷം കേൾക്കണം. സൗജന്യ പാപമോചനം യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ലഭിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ
അനുഭവിച്ചറിയണം. ഇത് നമ്മുടെ ആഗ്രഹമാണ്. എന്തുകൊണ്ട് നമ്മുടെ ആഗ്രഹമാണ്? ഇത് ദൈവത്തിൻ്റെ അഭീഷ്ടമാണ്. ജോവേൽ പ്രവചനത്തിലൂടെ ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അരുളി ചെയ്തു, അവസാന നാളുകളിൽ എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ അയക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അനേകായിരം, അനേക ലക്ഷം വചനപ്രഘോഷകരും പ്രേക്ഷിതരും ഉയർത്തപ്പെടുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം. അനേകായിരം, പതിനായിരക്കണക്കിന് ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി രൂപവൽക്കരിക്കപ്പെടുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് റോമാ നഗരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു പ്രത്യേക ദർശനത്തിലൂടെ കർത്താവ് അരുളി ചെയ്ത ഒരു സന്ദേശം, പിന്നീട് ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച് ഉറപ്പിക്കപ്പെട്ട ഒരു സന്ദേശം ഇതാണ്: 50,000-ലധികം സുവിശേഷവൽക്കരണ കേന്ദ്രങ്ങൾ കർത്താവ് ആരംഭിക്കും ലോകമെമ്പാടും. ആ സുവിശേഷവൽക്കരണ കേന്ദ്രങ്ങൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അനേകായിരം, അനേക ലക്ഷം പ്രേക്ഷിതരും മധ്യസ്ഥ പ്രാർത്ഥനക്കാരും വചനപ്രഘോഷകരും ഉയർത്തപ്പെടണം. നമ്മളെല്ലാവരും ഈ ലക്ഷ്യം വെച്ച് എന്നും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ജോബിൻ്റെ പുസ്തകം 42:1 അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ ഒരു പദ്ധതിയും പരാജയപ്പെടുത്താനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ സ്വപ്നം? എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും മനസ്സാന്തരപ്പെടണം, എല്ലാവരും ദൈവമക്കളാകണം, എല്ലാവരും പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം അനുഭവിച്ചറിയണം. എല്ലാവരും പാപം വെറുത്തുപേക്ഷിച്ച് നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവുമായ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം. റോമാ 8:29 യേശു പറഞ്ഞു മലയിലെ പ്രസംഗത്തിൽ, മത്തായി 5:48, സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളാകണം. ശത്രുക്കളെ സ്നേഹിച്ച് കരുണാർദ്ര സ്നേഹം അഗതികളോടും പാവപ്പെട്ടവരോടും ബലഹീനരോടും കാണിച്ച് അവരെയും നമ്മളോടൊപ്പം ഉയർത്തി ഈ ദൈവിക പദ്ധതി പിതാവിനെ പോലെയാകുക, ആബാ പിതാവിനെ പോലെയാകുക, യേശുവിനെ പോലെയാകുക എന്ന ദൈവിക പദ്ധതി നമ്മൾ പൂർത്തിയാക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു ഗ്ലോബ്, ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്ലോബ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 204 രാജ്യങ്ങൾ എന്നൊരു കണക്ക് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. 204 രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, സഭാ നേതാക്കൾ, യുവജന നേതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ, കോളേജ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, അധ്യാപകർ, നേതൃനിരയിലുള്ളവർ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. നേതാക്കന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ അണികളെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഭരണകർത്താക്കൾ, സഭാ നേതാക്കൾ, മതനേതാക്കൾ, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ് എന്ന് എല്ലാവർക്കും വേണ്ടി, ജുഡീഷ്യറി, ന്യായാധിപന്മാർ, അനേകായിരം, അനേക ലക്ഷം പേരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് 204 രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം സ്നേഹവാനായ, സർവശക്തനായ, സർവ്വനന്മസ്വരൂപിയായ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് അനേകായിരങ്ങളെ, അനേക ലക്ഷങ്ങളെ, അനേക കോടികളെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നു. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഗ്രൂപ്പ് പ്രയർ, അനേകം പേരോട് ചേർന്ന് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദിവ്യബലിയിൽ സംബന്ധിക്കുക, വിശുദ്ധ കുമ്പസാരം എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുക, ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. കാരണം അനേകായിരം, അനേക ലക്ഷം പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ഒരുങ്ങുന്നു. ജപമാല ചൊല്ലി, അനേകം ജപമാലകൾ ചൊല്ലി, പരിത്യാഗകൃത്യങ്ങൾ അനുഷ്ഠിച്ച് കാഴ്ചവെച്ച് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദൈവം അനുവദിച്ച നമ്മുടെ സഹനങ്ങൾ ലോക സുവിശേഷീകരണത്തിന് വേണ്ടി, ലോക സുവിശേഷീകരണ നേതാക്കന്മാർക്ക് വേണ്ടി, സഭാ നേതാക്കന്മാർക്ക് വേണ്ടി, വചനപ്രഘോഷകർക്ക് വേണ്ടി, പ്രേക്ഷിതർക്ക് വേണ്ടി കാഴ്ചവെക്കണം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല. അൽഫോൻസാമിയും അതുപോലെയുള്ള എല്ലാ വിശുദ്ധരും, ഉത്രേസ്യ പുണ്യവതിയും എല്ലാ വിശുദ്ധരും സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്തത് സഹനം കാഴ്ചവെക്കുക വഴിയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ശലോമിലൂടെ ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ വിശുദ്ധ മണിക്കൂറിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക, അനേകരെ ഒരുക്കുക. ആ ദിവസം സമാഗതമാകുമ്പോഴത്തേക്ക് പലരോടും ഫോണിലൂടെയും വ്യക്തിപരമായും സംസാരിച്ച് പ്രാർത്ഥനകൾ ആരംഭിക്കുക. ഹല്ലേലൂയ. ദൈവം കനിഞ്ഞ് ധാരാളം വെളിപ്പെടുത്തലുകൾ അന്നത്തെ ദിവസത്തേക്ക്
നമുക്ക് അനേകരിലൂടെ നൽകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത. കാരണം അനേകരിലേക്ക് ചെറിയവരായ നമ്മളിലൂടെ ലോകാതിർത്തികൾ വരെ ദൈവിക ചൈതന്യം, ദൈവിക സന്ദേശം, ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എത്തിച്ചു കൊടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് അനേകർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയിലെടുത്ത ഒരു തീരുമാനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ അനന്തശക്തിയാൽ, അനന്ത യോഗ്യതയാൽ ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്ന അനേകം പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കുടുംബജീവിതത്തിലെ തകർച്ചകളിൽ നിന്നുള്ള മോചനവും സാമ്പത്തിക തകർച്ചകളിൽ നിന്നുള്ള മോചനവും ദൈവം നൽകട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞ ദിവ്യനാഥൻ സാമ്പത്തിക മേഖലയിലും മക്കളുടെ പ്രശ്നങ്ങളിലും ഭാര്യാഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളിലും മാതാപിതാക്കന്മാരുടെ ആവശ്യങ്ങളിലും പലതരത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നമ്മെ എല്ലാവരെയും ഈ ശുശ്രൂഷാ ദിനത്തിനു വേണ്ടി, ഈ ശുശ്രൂഷാ മണിക്കൂറിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള യേശുവിൽ വിശ്വസിക്കുന്നവർ, മലയാളികളായിട്ടുള്ളവർ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ഭാഷക്കാർക്കും, എല്ലാ രാജ്യക്കാർക്കും, സകല മതവിശ്വാസികൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം, പാപമോചനം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുവാൻ നമുക്ക് എവിടെയായിരിക്കുന്നുവോ അവരെ ഒന്ന് കൈകൾ ഉയർത്തി 204 രാജ്യങ്ങൾക്കും വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് സകല ജനപദങ്ങളെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, പാപം ക്ഷമിക്കുന്ന ദൈവമാണ്, നിത്യജീവൻ നൽകുന്നവൻ, പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ. നമ്മളെല്ലാവരെയും തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉയർത്തി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് നിത്യസമ്മാനം ഇതിനെല്ലാം വേണ്ടി നൽകി നമ്മളെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും ഈ സമയം കൈകൊടുത്തി 204 രാജ്യങ്ങൾക്കും ഭരണകർത്താക്കൾക്കും സഭാ നേതാക്കൾക്കും മതനേതാക്കൾക്കും യുവജന നേതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കുന്ന ദിവസം അനേക ജനലക്ഷങ്ങളെ, അനേക ജനകോടികളെ അഭിഷേകം ചെയ്യുന്ന ദിവസം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന സൗജന്യ പാപമോചനവും നിത്യരക്ഷയും രോഗശാന്തിയും ആന്തരിക സൗഖ്യവും മനസ്സമാധാനവും ദാരിദ്ര്യ പീഡകളിൽ നിന്നുള്ള മോചനവും കുടുംബ ഐക്യവും സ്നേഹ ഐക്യവും എല്ലായിടത്തും എത്തിച്ചേരുവാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ മണിക്കൂർ ദൈവം അനുഗ്രഹിക്കുന്നു. നമ്മുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ബന്ധനങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദുഃഖ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. പുതിയ ഐശ്വര്യം കൈവരട്ടെ. യേശുവിന് വേണ്ടി, യേശുവിനോട് ചേർന്ന് ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം അത്ഭുതങ്ങൾ പുതിയതായിട്ട് പൊട്ടി വിടരട്ടെ. യേശുവേ നന്ദി. ദുഃഖ രോഗ ഭയങ്ങൾ വിട്ടുമാറട്ടെ. ദൈവസ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി.